നഗരത്തിലെ ഉത്സവാന്തരീക്ഷത്തിൽ നിന്ന് ഇവിടം എത്രയോ ഭിന്നം. ആശങ്കയോടെയാണ് മന്ത്രിപ്രവരനായ സുമന്ത്രർ അന്തഃപുരത്തിൽ പ്രവേശിക്കുന്നത്. ആചാരപ്രകാരം സുമന്ത്രർ രാജസ്തുതി നടത്തുന്നു. പുത്രനെ കാട്ടിലയക്കണമെന്ന് ശഠിക്കുന്നത് താൻ ഏറ്റവും സ്നേഹിച്ച കൈകേയിയാണ്. സ്നേഹത്തിനേറ്റ ആ മുറിവ് ദശരഥനെ തകർക്കുന്നു. പ്രിയപുത്രനെ കാട്ടിലയക്കുക എന്നത് അതിനേക്കാൾ ദുസ്സഹം. ഇത്രയേറെ യാതനയിൽ ഉഴലുന്ന ദശരഥന്റെ സമീപത്ത് മൂർഖഭാവം പൂണ്ടു നിൽക്കുന്ന കൈകേയി കർക്കശമായ ദുശ്ശാഠ്യത്തിൻ്റെ പ്രതീകം. ഇതൊന്നുമറിയാത്ത സുമന്ത്രർ ഇടയ്ക്കു കടന്നു വരികയും ചെയ്യുന്നു. ശ്രീരാമൻ വന്നു കാര്യമറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കാര്യം നടക്കുമെന്ന് കൈകേയി ദേവിക്ക് ഉറപ്പുണ്ട്. രാമൻ സത്യമേ പാലിക്കൂ, സത്യം പിതാവിൻ്റേതായാൽ പോലും. ശ്രീരാമനെ ചെന്നു കൊണ്ടുവരാൻ കൈകേയി ദേവി സുമന്ത്രരോട് പറയുന്നു. രാജപത്നിയായ കൈകേയി നൽകുന്ന നിർദ്ദേശം അനുസരിക്കാൻ സുമന്ത്രർ ബാധ്യസ്ഥനാണ്. എങ്കിലും ദശരഥ മഹാരാജാവിൻ്റെ ആജ്ഞ കൂടി വേണ്ടേ? അതു കേൾക്കണമെന്ന നിവേദനം സുമന്ത്രർ സമർപ്പിക്കുന്നു. വിച്ഛിന്നാഭിഷേകം. അന്നേരമാദിത്യൻ ഉദിച്ചിടിനാൻ, മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിന്നും. എന്തൊരു മൂലം അതിനെന്നു മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ. മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകം പുക്കാനതിദ്രുതം. രാജീവമിത്ര ഗോത്രോത്ഭൂത ഭൂപതേ രാജരാജേന്ദ്ര പ്രവര ജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു സ്ഥാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ, എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ. ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോടു ചോദിച്ചാൻ. ദേവനാരീസമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തൊന്നു മഹാരാജ വല്ലഭേ. ചൊല്ലുകന്നോടെന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നതു കാരണമാകയാൽ, സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നുടെ ചിത്തത്തിനസ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽ പ്രജാകര
സേവയും ചെയ്കയാൽ അത്യന്തമാകുലനായിതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു. രാമനെ ചെന്നു വരുത്തുക വൈകാതെ